ഓക്കെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് സ്കെൽട്ടൽ സിസ്റ്റം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള PYQ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോൺസിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ പറയാം എന്നാണ് വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് എണ്ണം തീരെ കുറവാണ്. സ്റ്റിൽ തിയറി പറഞ്ഞിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ സ്കെൽട്ടൻ സിസ്റ്റത്തിനെ രണ്ടായിട്ട് തിരിക്കാം. അതായത് നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം ബോണ്. അതിനു മുമ്പ് ജനിക്കുന്ന ഒരു കുട്ടിയിൽ 300 ബോൺസും പിന്നീട് വളർന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഫ്യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് 206 ബോൺസുമാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മുടെ ബോഡിയിൽ മൊത്തം എല്ലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് നമ്മുടെ ആക്സിയൽ സ്കെൽട്ടൺ എന്ന് പറയും. രണ്ടാമത്തേന് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ എന്ന് പറയും. അപ്പൻഡിക്കുലർ എന്ന് പറയുമ്പോൾ തന്നെ ലിംബ്സുകളാണ് മനസ്സിൽ വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളി നിൽക്കുന്ന എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൻഡിക്കുലർ, ആക്സിയൽ സ്കെൽട്ടണും അപ്പൻഡിക്കുലറും. അപ്പം ആക്സിയൽ സ്കെൽട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഈ കാണുന്ന നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ആക്സിയൽ സ്കെൽട്ടൺ വരുന്ന ഭാഗം. അതായത് ഇത്രയും ഭാഗത്ത് എന്തൊക്കെ ബോണുണ്ടോ അതാണ് ആക്സിയൽ സ്കെൽട്ടൺ വരുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് എന്തെന്ന് പറയാം, അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ എന്ന് പറയാം. ബാക്കി എല്ലാത്തിനെയും അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ എന്ന് പറയും. അപ്പോൾ ഈ ആക്സിയൽ സ്കെൽട്ടണിന് നിങ്ങൾ കേസ് എടുത്തു കഴിഞ്ഞാൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ആ നീല കളറിൽ സ്കള്ള് കിടപ്പുണ്ട്, അതായത് തലയുടെ ഭാഗം കിടപ്പുണ്ട് അല്ലേ. അതുപോലെ തന്നെ നട്ടല്, സ്പൈനൽ കോഡ് ഇതിലെ കൂടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ വാരിയൽ എന്ന് പറയുന്ന നമ്മുടെ ലങ്സിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വാരിയൽ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ടും എന്തിൽ വരുന്ന ആക്സിയൽ സ്കെൽട്ടൺ. ഇതിൽ ഓരോ ഭാഗത്തിലും എത്ര എത്ര എല്ല് ഉണ്ട് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇനി അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈയുണ്ട്, കാലുണ്ട്, അതുപോലെ തന്നെ ഹിപ്പിൽ വരുന്ന എല്ലുകളുണ്ട്. അതാണ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കേസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കള്ളിൽ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തൊറാസിക്കിൽ എത്ര എണ്ണം ഉണ്ട്, അങ്ങനെ നോക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നട്ടലിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. സ്കള്ള് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മൊത്തം 3 ഭാഗമാണ് ആക്സിയൽ സ്കെൽട്ടറുള്ളത്. ഒന്ന് ബോൺസ് ഇൻ സ്കള്ള്, രണ്ടാമത്തത് തൊറാസിക് കേജ് എന്ന് പറയുമ്പോൾ ഇതിനാണ് തൊറാസിക് കേജ് എന്ന് പറയുന്നത്. തൊറാസിക് കേജ് അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടല്. അപ്പോൾ നട്ടലിൽ തന്നെ തുടങ്ങാം, കാരണം അതിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേയൊക്കെ ഈസി ആയി. അപ്പോൾ അതിൽ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്കള്ളാണ് പറയേണ്ടിയിരുന്നത്. ഫിഗർ ഇത് വരുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? വേർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ സ്പൈനൽ കോളം. സിമ്പിളായിട്ട് പറഞ്ഞാൽ വേർട്ടിബ്രൽ കോളം അല്ലെങ്കിലും സ്പൈനൽ കോളം, സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്പൈൻ. ഇതിലുള്ള എത്ര ബോൺസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊത്തം 26 സെറ്റ് ഓഫ് ബോൺസ് ആണ് എന്തിലുള്ളത്? സ്പൈനൽ കോഡിലുള്ളത്. 26 സെറ്റ് ഓഫ് ബോൺസ് ആണ് സ്പൈനൽ കോളത്തിലുള്ള. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗർ നമ്മുടെ സ്പൈനൽ കോളത്തിന്റെ ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, സ്കള്ള് തൊട്ടിട്ട് നമ്മുടെ ഹിപ്പ് വരെ മൂവ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ കിടക്കുന്ന ബോൺ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഈ കഴുത്തിൻ്റെ അവിടെ ഒരു സെറ്റ് ഓഫ് ബോൺസ് ഉണ്ട് അല്ലേ. കഴുത്തിൻ്റെ അവിടെ ഒരു സെറ്റ് ഓഫ് ബോൺസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞു തരാവേ. അത് നമ്മുടെ സെർവിക്കൽ വേർട്ടിബ്ര എന്ന് പറയും. എന്തെന്ന് പറയും? സെർവിക്കൽ. ഓക്കെ. ഇനിയിപ്പോൾ ഈ തൊറാസിക് റീജിയൻ അല്ലേ, ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടം വരെ ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ, തൊറാസിക് റീജിയൻ. അതിനെ തൊറാസിക് വേർട്ടിബ്ര എന്ന് പറയും. ആ നമ്മുടെ തൊറാസിക് വേർട്ടിബ്ര എന്ന് പറയും. ഓക്കെ, തൊറാസിക് വേർട്ടിബ്ര. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ലുംബാർ എന്ന് പറയും. നമ്മൾ ഈ ഒരു റീജിയനിൽ എന്തെന്ന് പറയും? ലുംബാർ. അപ്പം ലുംബാർ റീജിയനിൽ കാണുന്ന ലുംബാർ വേർട്ടിബ്ര. ഇനി അടുത്തത് സാർക്കം എന്ന് പറയുമ്പോൾ ഈ സെറ്റ് കണ്ട, ഇങ്ങനെ ഒരു ഏകദേശം ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് കണ്ട, അവിടെ സാർക്കം എന്ന് പറയും. ഏറ്റവും അവസാനത്തേത് കോക്കിജീൽ എന്ന് പറയും. എന്തെന്ന് പറയും? കോക്കിക്സ് എന്ന് പറയും. മറ്റേത് സാക്രം എന്ന് പറയും. സാക്രവും കോക്കിക്സും. ഓക്കെ. ഇനി ഇതിലും നമ്മൾ എത്ര സെറ്റ് ഉണ്ടെന്ന് പഠിക്കണം. മൊത്തം 26 ആണുള്ളത്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ.
അപ്പോൾ അതിൽ സെർവിക്കൽ റീജിയൻ എന്താണ്? സെർവിക്കൽ റീജിയനിൽ നിങ്ങൾക്ക് 7 ബോൺസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. 7 സെറ്റ് ഓഫ് ബോൺസ് ആയിരിക്കും സെർവിക്കൽ റീജിയൻ, ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട്. അതിൽ ഏറ്റവും ആദ്യത്തിന് അറ്റ്ലസ് എന്നും രണ്ടാമത്തേന് ആക്സിസ് എന്നും പറയും. അത് മാത്രം ഓർത്ത് വെച്ചേക്കുക, അറ്റ്ലസും ആക്സിസും. ഓക്കെ, ഇനി എല്ലാം പഠിക്കാൻ നമുക്ക് സമയമില്ല, അതുപോലെ എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ വേണം, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി 7 ഇപ്പോൾ ഞാൻ മൊത്തം പറഞ്ഞ് 26, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്തത് തൊറാസിക് റീജിയനിൽ 12 സെറ്റ്. തൊറാസിക് റീജിയൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ T1 തൊട്ട് T12 വരെ ഇട്ടിരിക്കുന്നത് അല്ലേ, T1 തൊട്ട് T12 വരെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 12 സെറ്റ്. അടുത്ത ലുംബാർ റീജിയനിൽ 5 സെറ്റ്. അപ്പോൾ മൊത്തം 24 ഇപ്പോൾ 24. ഇനി അടുത്തത് സാക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 to 5 ബോൺ ഫ്യൂസ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ ബോണാണ്. സാക്രൽ എന്ന് പറയും. ഫ്യൂസ്ഡ് ബോണാണ് സാക്രം. ഈ കാണുന്നതാണ് സാക്രം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടിപ്പിൽ ഒരു 3 to 4 ബോൺ ഫ്യൂസ് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് കോക്കിക്സ് ബോൺ കാണാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ടെയിൽ ബോൺ എന്ന് പറയാം. ടെയിൽ ബോൺ വാല് പോലെയാണ് കാണുന്നത് അല്ലേ, ടെയിൽ ബോൺ അല്ലെങ്കിൽ ഏറ്റവും ടിപ്പിലാണ് കാണുന്നത്. അപ്പോൾ വെർട്ടിബ്രൽ കോളം ഒരു വലിയ സംഭവമാണ് മട്ടൽ. അപ്പോൾ അതിനകത്ത് ആദ്യം ഓർക്കേണ്ട സെർവിക്കൽ, കഴുത്തിൻ്റെ റീജിയനിൽ. അത് കഴിഞ്ഞ് തൊറാസിക്, ഈ ഒരു റീജിയനിൽ. അതിൽ ലുംബാർ. അപ്പോൾ 7, 12, 5 ഈ നമ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇവിടെ കാണുന്നത് എന്താണ്? സാക്രം. അടുത്തേതാണ് കോക്കിക്സ്. അപ്പോൾ ഇതാണ് നമുക്ക് ആക്സിയൽ സ്കെൽട്ടലിന് 3 സെറ്റുള്ളതിൽ ഒരെണ്ണമായിട്ടുള്ള സ്പൈനൽ കോഡിൽ പഠിക്കാനുള്ളത്. ഇനി ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാരലായിട്ട് ടച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി തലയിൽ സ്കള്ളിൽ മൊത്തം നമുക്ക് നോക്കാനുള്ളത് 22 സെറ്റ് ഓഫ് ബോൺസ് ആണ്. സ്കള്ളിൽ എത്ര ബോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 22. ഇതിൽ തന്നെ പറയുന്ന വേർഡുകൾ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. തലയോട്ടിനെ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ട് കാണപ്പെടുന്ന ബോൺസ് ആണ് ക്രാനിയം എന്ന് പറയും. ക്രാനിയം. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇത് ഒറ്റ ബോണല്ല, കുറച്ചധികം ബോൺസ് ഇങ്ങനെ മിക്സായി കിടക്കുന്ന രീതിയിലാണ് കാണാൻ പറ്റുന്നത് അല്ലേ. ഈ മുകളിൽ ക്രാനിയത്തിൽ 8 ബോൺസാണ് ഉള്ളത്. എത്ര എണ്ണമാണുള്ളത്? 8 ബോൺസ്. ബാക്കി 22 14 ഇല്ലേ, ഈ 14 എന്ന് പറയുന്ന ഫേസിൽ കാണപ്പെടുന്ന ഫേഷ്യൽ ബോൺസ് ആണ്. 14 എന്താണ്? ഫേഷ്യൽ ബോൺസ് ആണ്. അല്ലെങ്കിൽ ഫേസിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം പറയണം? 14 എണ്ണം. എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം. ഇതിലും ഒന്നും എല്ലാം പഠിക്കേണ്ട, ഞാൻ പറയുന്ന മാത്രം അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കാനെങ്കിലും ശ്രമിക്കുക. കാരണം എക്സാമിന് നമുക്ക് അത്രയൊക്കെ മതിയാവും. അപ്പോൾ പറഞ്ഞ നമ്പേഴ്സ് ഓർത്ത് വെക്കണം. 8 ബോൺസ് ക്രാനിയം, 14 ഫേഷ്യൽ ബോൺസ്. ഇനി ഈ പച്ച കളറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ താടിയെല്ലാണ് അല്ലെങ്കിൽ ലോവർ ജോ, താഴത്തെ അല്ലേ, ലോവർ ജോ. ഇത് അപ്പർ ജോ. അപ്പോൾ ഈ ലോവർ ജോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ താടിയെല്ലിൽ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ പല്ലും വാ പതുക്കൊന്ന് താഴോട്ടാക്കിയതിന് ശേഷം ആ പല്ലടങ്ങിയിരിക്കുന്ന താഴത്തെ ഭാഗം നോക്കുക. അതിനെയാണ് ലോവർ ജോ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നത്? മാൻഡിബിൾ എന്ന് പറയും. എന്ത് പറയും? മാൻഡിബിൾ എന്ന് പറയും. മാൻഡിബിൾ. ഈ അപ്പർ ജോയ്ക്ക് പറയുന്ന പേരാണ് മാക്സില്ല എന്ന് പറയും. ഈ 2 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വെച്ചേക്കണം ഫേസിലുള്ളതിൽ. ഓക്കെ, ഇതെന്താ പറയും? മാക്സില്ല. ഇതെന്താ പറയും? മാൻഡിബിളും മാക്സില്ല. ഇത് 2 ഓർത്ത് വെക്കുക. ബാക്കിയൊന്നും അധികം പേര് പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ഓർക്കേണ്ടത് ചെവിയിൽ 3 ബോൺസ് പഠിക്കണം നമുക്ക്. അത് റൈറ്റ് ചെവിയിലും കാണും, ലെഫ്റ്റ് ചെവിയിലും കാണും. ഓക്കെ, ഏതൊക്കെയുള്ളത്? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അതിൽ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ ബോൺ. ഏതാണ്? സ്റ്റേപ്പിസ്.
മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്, മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഇത്രയും ഓർത്ത് വെക്കുക. ഇത്രയും ഓർത്ത് വെക്കുക. ഫേഷ്യൽ സ്കെൽട്ടൻ്റെ കേസിൽ എന്ത് ഓർത്ത് വെക്കണം? ഇത്രയും ഓർത്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് ഇത്രയും ഓർത്ത് വെക്കണം. ഇതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ള മാൻഡിബിൾ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കള്ളിൽ എന്തൊക്കെയുള്ള 22 ബോൺ, അതിനകത്ത് എത്രണ്ണമാണ്? 8 ഈ പറയുന്ന ക്രേനിയ, 14 ഫേഷ്യൽ, പിന്നെ മാലിസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്, മാക്സില്ല മാൻഡിബിൾ. ഇനിയിപ്പോൾ മൊത്തം ആക്സിയൽ സ്കെൽട്ടണിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, അതിൽ ആക്സിയൽ സ്കെൽട്ടണിൽ എത്ര ബോൺ ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 80 എന്ന് പറഞ്ഞേക്കണം. ഈ നമ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 80 എന്ന് പറഞ്ഞേക്കാം. 80 ആണ്. ഇനി നമ്മൾ സ്കള്ള് നോക്കി വെർട്ടിബ്രൽ കോളം നോക്കി. ഇനിയിപ്പോൾ ഉള്ള എന്താണ്? തൊറാസിക് റീജിയൻ, അതായത് ശ്വാസകോശത്തിന് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന, ഹൃദയമൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ഏത്? നമ്മുടെ വാരിയല്ല് എന്ന് പറയും അല്ലേ? വാരിയല്ലിൻ്റെ റീജിയനിലാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ തൊറാസിക് കേജ്. അപ്പോൾ നിങ്ങൾക്കറിയാം 24 വാരിയല്ല ഉള്ളതെന്ന് അല്ലേ? എത്രയാണ്? 24 വാരിയൽ, അല്ലെങ്കിൽ രണ്ട് സൈഡിലും 12 പെയർ. ഓക്കെ, അതിനാണ് നമ്മൾ റിബ്സ് എന്ന് പറയും. അതിനെന്തെന്ന് പറയും? റിബ്സ് എന്ന് പറയും. ഇനി ഈ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരുമാതിരി ഫ്ലാറ്റായിട്ട് ഇങ്ങനൊരു ബോൺ കാണാൻ പറ്റും, ഒരു ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം തന്നെ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ മാറല്ലെന്ന് പറയും അല്ലേ? മാറല്, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റേണം എന്ന് പറയും. ഇതെന്ന് പറയും സ്റ്റേണം. ഈ സ്റ്റേണത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ റിബ്സ് ഇരിക്കുന്നത്. ഈ റിബ്സിനെ നമുക്ക് 3ആയിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പൊതുവെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ട്രൂ റിബ്സ് എന്ന് പറയും. രണ്ടാമത്തെ ഫോൾസ് റിബ്സ്. ട്രൂ റിബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും, ഈ സ്റ്റേണത്തിലോട്ട് ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോൺസുകളുണ്ട് അല്ലേ? റിബ്സ് ഉണ്ട്. സ്റ്റേണത്തിലോട്ട് ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റിബ്സ് ഉണ്ട്. എന്നാൽ സ്റ്റേണത്തിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാത്ത റിബ്സും ഉണ്ട്. ഇതിനെ സ്റ്റേണത്തിലോട്ട് ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ട്രൂ റിബ്സ് എന്ന് പറയും. എന്ത് പറയും? ട്രൂ റിബ്സ്. അതൊരു 7 പെയറുള്ള, ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം 7 പെയർ. ഓക്കെ, രണ്ട് സൈഡിലും കൂടി കൂട്ടിയിട്ട് 14, 7 പെയർ. ഓക്കെ, ഞാനെന്തെന്ന് പറയും? ട്രൂ റിബ്സ്. ഇനി താഴെയുള്ളതിനെ നമുക്ക് ഫോൾസ് റിബ്സ് എന്ന് പറയാം. അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 8ഉം 9ഉം ബോൺസ്, 8ഉം 9ഉം റിബ്സ്. ആ റിബ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേണത്തിലോട്ട് അറ്റാച്ച് ആകുന്നുണ്ട്, പക്ഷെ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ആകുന്നില്ല. 7ാമത്തെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നേരെ ചെന്ന് അവിടെ സ്റ്റേണത്തിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അതേസമയം 11ാമത്തെയും 12ാമത്തെയും പെയർ ചുമ്മാ ഇങ്ങനെ കിടക്കുവാണ്. ഓക്കെ, ഈ സ്പൈനൽ കോഡുമായിട്ട് ചുമ്മാ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ബന്ധമില്ലാതെ, സ്റ്റേണുമായിട്ട് ഒരു ബന്ധമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചുമ്മാ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത് ഫ്ലോട്ട് ചെയ്തിരിക്കുമെന്ന് പറയും ഇല്ലേ? അത് ഫ്ലോട്ട് ചെയ്തിരിക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം? ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയാം. എന്താന്ന് പറയാം? ഫ്ലോട്ടിംഗ് റിബ്സ്. അപ്പോൾ തൊറാസിക് കേജിൽ ഓർത്തിരിക്കേണ്ടത് 24 എല്ലുകളുണ്ട്, 24 റിബ്സ് ഉണ്ട്. 24 റിബ്സിൽ എന്തൊക്കെയുള്ള? 24 റിബ്സിൽ 7 പെയർ സ്റ്റേണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേണുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാത്ത ബോൺസ് ഉണ്ട്. ഇതിന് ഏറ്റവും അവസാനത്തെ 2 ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. അതിനെ ഫ്ലോട്ടിംഗ് ബോൺസ് എന്നും പറയും. ഇത് നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്കും ആക്സിയൽ സ്കെൽട്ടൺ കഴിഞ്ഞു. ഇനി വരുന്നത് അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ആദ്യം കൈയിൻ്റെ ഭാഗം നോക്കാം. അപ്പോൾ നമുക്ക് ബയോളജിയിൽ കയ്യിലും കാലിലേക്ക് നമുക്ക് വേണമെങ്കിൽ ലിംബെന്ന് പറയാം. ലിംബെന്ന് പറയാം. അപ്പോൾ ഇത് മുകളിൽ കാണുന്ന ലിംബായതുകൊണ്ട് ഇതിനെ അപ്പർ ലിംബെന്ന് പറയാം. താഴെ കാണുന്ന ലിംബായതുകൊണ്ട് ലോവർ ലിംബ്. നമുക്ക് കാലിന് പറയാം. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസ്. ഇത് അറിഞ്ഞിരിക്കാം. നമ്മുടെ പക്ഷികളുടെയൊക്കെ കേസിൽ എന്താണ് വന്നിരിക്കുന്നത്? ഈ അപ്പർ ലിംബ് ചിറകായിട്ട് മാറിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി ഇപ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം.
അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഷോൾഡറിൽ ഒന്ന് പിടിച്ച് നോക്കുക. പിടിച്ച് നോക്കുമ്പോൾ ഈ ഒരു ബോൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ബോൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സ്റ്റേണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതാണ്. ഇത് നിങ്ങളുടെ സ്റ്റേണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതാണ്. ഇത് പക്ഷേ റിബ്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഈ ഒരു ബോണിന് എനിക്ക് എന്ത് പേര് പറയാം? ആ ഒരു ബോണിന് പറയുന്ന പേരാണ് ക്ലാവിക്കിൾസ് എന്ന് പറയും. ഈ പേരല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാവിക്കിൾസ്. എന്താണ് ക്ലാവിക്കിൾസ്? ക്ലാവിക്കിൾ. അപ്പോൾ ക്ലാവിക്കിൾ എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റാം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുതുകിൻ്റെ പുറകിലെ ആ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലൊരു പരന്ന സാധനം ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇതേപോലൊരു പരന്ന സാധനം ഫീൽ ചെയ്യാൻ പറ്റും. അതായത് കൈ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഷോൾഡറിൻ്റെ പുറകിലായിട്ടൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ പരന്ന് കിടക്കുന്ന ഈ ഒരു ഐറ്റത്തിന് നമ്മൾ സ്കാപ്യൂള എന്ന് പറയും. രണ്ട് സൈഡിലും കാണുക സ്കാപ്യൂള. ഓക്കെ, സ്കാപ്യൂള. ഈ പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. സ്കാപ്യൂള എവിടെയാണ്? ക്ലാവിക്കിൾ എവിടെയാണ്? സ്കാപ്യൂള എവിടെയാണ്? ക്ലാവിക്കിൾ എവിടെയാണ്? ഓക്കെ. ഇനിയിപ്പോൾ ഇതാ കൈമുട്ടിന് മുകളിലോട്ടുണ്ട്, കൈമുട്ടിന് താഴോട്ടുണ്ട്, കൈയിൻ്റെ ഭാഗമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കൈമുട്ടിന് മുകളിലോട്ടുള്ളത് ഷോൾഡർ, കൈമുട്ടിന് മുകളിലോട്ട് കൈമുട്ടിന് മുകളിലോട്ടുള്ള ഈ ഭാഗത്തിൻ്റെയാണ്. ഇതിനെ നമ്മൾ ഹ്യൂമറസ് എന്ന് പറയും. എന്തെന്ന് പറയും? ഹ്യൂമറസ് ബോൺ. ഇനി ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, രണ്ട് ബോണുകൾ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? രണ്ട് ബോണുണ്ട്. അതായത് നിങ്ങളുടെ കൈമുട്ടിൽ നിന്ന് കൈപ്പാദം വരെയുള്ള ആ ഭാഗം, രണ്ട് ബോൺസ് അവിടെ കാണാൻ പറ്റും അല്ലേ? രണ്ടെണ്ണം ഇങ്ങനെ കൂടിച്ചേർന്ന രീതിയിലാണ്. അതിൽ ഒരെണ്ണത്തിൻ്റെ പേരാണ് റേഡിയസ്, മറ്റേതേതാണ് അൾന. ഒരെണ്ണം റേഡിയസും മറ്റേതേതാണ് അൾന. ഓക്കെ. റേഡിയസും അൾന ആ ഭാഗത്ത് വരുന്ന ബോൺസുകളാണ്. റേഡിയസും അൾന. ഈ രണ്ടായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഫിഗറിലും രണ്ടായിട്ടാണ് കാണാൻ പറ്റുന്നത്, റേഡിയസും അൾന. ഓക്കെ, റേഡിയസും അൾന. ഇതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള പേരുകൾ. ഇനിയിപ്പോൾ നമ്മൾ കയ്യിലോട്ട് വരും. കയ്യിലോട്ട് വന്നു കയ്യിൽ ഇത് നമുക്ക് ഫീലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമുക്കും ഇതിനെ വേണമെങ്കിൽ പലതായിട്ട് തിരിക്കാം. മൊത്തം 28 സെറ്റ് ബോൺസാണ് നമുക്കുള്ളത്. രണ്ട് കൈയും കൂടി കൂട്ടിയെടുത്താൽ, അല്ലെങ്കിൽ ഒരു കയ്യിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടേക്കുള്ളത് 14. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ എടുത്ത് വേണമെങ്കിൽ ഇതിൻ്റെ പാലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കയ്യിൽ തൊട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കയ്യിൽ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കയ്യിൽ ഇവിടെ ഇങ്ങനെ കുറേ സെറ്റ് ബോൺ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റേഡിയസും അൾനയാണ്. ഈ ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പേര് പറയും? കാർപ്പൽ എന്ന് പറയും. എന്തെന്ന് പറയും? കാർപ്പൽ. അതായത് നിങ്ങളുടെ ആ റിസ്റ്റിൻ്റെ ഭാഗം, അതായത് കൈ ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് കൈപ്പാദം വരുന്നു, ഈ ഒരു ഭാഗം. ഇതാണ് ഈ പറയുന്ന കാർപ്പൽ എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തിന് നമുക്ക് മെറ്റാകാർപ്പൽ എന്ന് പറയും. ഓക്കെ. അതിന് തൊട്ട് മുമ്പുള്ള ഭാഗം എന്താണ്? മെറ്റാകാർപ്പൽ. ഇത് കാർപ്പൽ, മറ്റേത് മെറ്റാകാർപ്പൽ. ഓക്കെ. കാർപ്പലിൽ 8 ബോണാണല്ലോ ഒരു കൈ എടുത്തു കഴിഞ്ഞു. എത്രയാണ്? 8. മെറ്റാകാർപ്പൽ നിങ്ങൾക്ക് അറിയാം, 1 2 3 4 5. 5 പേരിൽ 5 ബോൺസ്. രണ്ട് കൈയും കൂടി കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ 10. ഇനി ഇതിന് മുകളിലോട്ടുള്ളത് ആ ഫിംഗറിൻ്റെ ഭാഗത്ത് വരുന്നത്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫാലഞ്ചെ എന്ന് പറയും. എന്തെന്ന് പറയും? ഫാലഞ്ചെ. ഈ ഫാലഞ്ചീസിനെ നമുക്ക് 3ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. അതായത് ഈ മെറ്റാകാർപ്പലിന് അടുത്തുള്ള ഭാഗം, ഇതിനെ നമ്മൾ പ്രോക്സിമിറ്റി എന്ന് പറയും അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ പ്രോക്സിമൽ കാർപ്പൽ എന്ന് പറയും, അല്ല പ്രോക്സിമൽ ഫലാഞ്ച് എന്ന് പറയും. ഇത് മിഡിൽ ഫലാഞ്ച്, ഇത് ദൂരെയുള്ള ഡിസ്റ്റൽ ഫലാഞ്ച്. ഓക്കെ. ഇതെന്താണ്? പ്രോക്സിമൽ, ഇത് മിഡിൽ, ഇത് ഡിസ്റ്റൽ. അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫലാഞ്ച് ഇത്ര മാത്രം ഓർത്ത് വെക്കുക. ഇത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും തെറ്റാം.
ഇതിൻ്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. നമ്മൾ വിചാരിക്കും 5 ബോൺസാണുള്ളത്, 5 ബോൺസ് അല്ല 5 വിരലാണുള്ളത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ 3ആയിട്ട് മടക്കിയിരിക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുഷ്ടി പിടിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ 3ആയിട്ട് മടങ്ങുന്നതായിട്ട് കാണും. ഓക്കെ, അതായത് വിരൽ ഇതിങ്ങനെ മടക്കുക, മുഷ്ടി പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ 3 ഭാഗമായിട്ട് മടങ്ങിയിരിക്കുന്നതാണ്. ഇവിടെ ഒരു കട്ട് അങ്ങനെ മടങ്ങിയിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും 5 വിരലുണ്ട് 15 എണ്ണം ഉണ്ട്, തെറ്റാണ്. നിങ്ങൾ തമ്പൊന്ന് മടക്കി നോക്കിക്കേ, തമ്പ് 2ആയിട്ടേ ഒടിയുന്നുള്ളൂ അല്ലേ. തമ്പ് 2ആയിട്ടേ ഒടിയുന്നുള്ളൂ. നിങ്ങളുടെ തമ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തമ്പ് 2ആയിട്ടേ മടങ്ങുള്ളൂ, ശരിയല്ലേ. ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പാരലായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ തമ്പ് 2ആയിട്ട് ഒടിയുള്ളൂ അല്ലേ, അല്ലെ മടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 4x3 12, ഇവിടെ ഒരു 2 കൂടി ചേർത്തിട്ട് 14 ബോണാണ് വിരലിലുള്ളത്. എത്ര ബോണാണ് വിരലിലുള്ളത്? 14. തെറ്റരുത്, അത് നിങ്ങൾ തെറ്റിക്കരുത്. 14 ബോൺ. അപ്പം കൈയിൻ്റെ കേസ് ഞാൻ ഒന്നുകൂടി പറയാം. ദാ ഈ ഭാഗം കാർപ്പൽ 8 ബോൺസ്, ഈ ഭാഗം മെറ്റാകാർപ്പൽ. അതായത് ദാ ഇത് നിങ്ങളുടെ കൈയാണെങ്കിൽ ഇത് വിരലാണ്, ഇത് വിരലാണ്. ഇത് വിരലാണെങ്കിൽ ഈ കൈപ്പാദം ഉണ്ടല്ലോ, അതായത് ദാ ഞാനിപ്പോൾ കൈ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള സാധനത്തിനാണ് മെറ്റാകാർപ്പൽ എന്ന് പറയുന്നത്. മെറ്റാകാർപ്പൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് നോക്കി ഫീൽ ചെയ്യാം നിങ്ങളുടെ കൈ എടുത്തിട്ട്. അപ്പോൾ മെറ്റാകാർപ്പൽ എത്രണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഞാൻ ഫലാഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവിരലിലുള്ളത് ആണ് ഫലാഞ്ച്. എത്രണ്ണം ഉണ്ട്? 14. അപ്പോൾ ഇതൊന്നും തെറ്റിക്കരുത്, ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, കയ്യിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിപ്പിൽ, നമ്മുടെ അരയുടെ ഭാഗത്ത് ഇതേപോലൊരു ബട്ടർഫ്ലൈ ഷേപ്പിൽ എന്ത് കാണാൻ പറ്റും? ബോൺ കാണാൻ പറ്റും അല്ലേ. ബോൺ കാണാം ഹിപ്പിൽ. ഇതറിയാലോ, സ്പൈനൽ കോഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോക്കിക്സ് അതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഹിപ്പ് ബോൺ ഏതാണ്? ഈ കാണുന്നത് റെഡ് കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിപ്പ് ബോൺ എന്ന് പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ 3 സെറ്റ് ഓഫ് ബോൺസ് ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. അത് ഓർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഒന്ന് ഇലിയം എന്ന് പറയും, ഈ ടോപ്പ് പാർട്ടിനെ ഇലിയം എന്ന് പറയും. ദെൻ ബാക്കിയുള്ളത് ഇസ്കിയോ പ്യൂബിസ് എന്ന് പറയും. ഓർത്തില്ലേലും ഒരു കുഴപ്പമില്ല, ഹിപ്പ് ബോൺ ഉണ്ടെന്ന് ഓർത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഹിപ്പ് ബോൺ ഉണ്ടെന്ന് ഓർത്താൽ മതി. ഇത് എന്തിൻ്റെ പാർട്ടാണ്? അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ്റെ പാർട്ടാണ്. ഇതും എന്താണ്? അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോവർ ലിംബ്, കാലിൻ്റെ ഭാഗം, ലോവർ ലിംബിന് നമുക്ക് തൊടയുടെ ഭാഗം, തൈ. ദെൻ ഇവിടെ ഉണ്ട് കാൽമുട്ടിൽ, കാലിൻ്റെ ചിരട്ട എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ. ദെൻ ലെഗ്, ദെൻ കാല്, ഫുട്ട് ഇങ്ങനെ വേണമെങ്കിൽ തിരിക്കാം. ഓക്കെ, ഇതിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം. മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും വലിയ ബോണാണ് ഫീമർ. അത് ഏത് ഭാഗത്താണ് കാണുന്നത്? തൈ ഭാഗത്താണ് കാണുന്നത്. ഓക്കെ, തുടയുടെ ഭാഗത്താണ് കാണുന്നത്. ദെൻ നമ്മുടെ കൈ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് കാലും ഇരിക്കുന്നത്. ഇവിടെ 2 സെറ്റ് ഓഫ് ബോൺസ് ഉണ്ടാവും. ഇവിടെ എത്ര സെറ്റ് ഓഫ് ബോൺസ് ഉണ്ടാവും? 2 സെറ്റ് ഓഫ് ബോൺസ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ടിബിയെ ഫിബ്യുളെ. ഓക്കെ, ടിബിയ ഫിബ്യുള. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽമുട്ടിൽ പിടിച്ചിട്ട് ഒന്ന് അനക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു വട്ടത്തിൽ സാധനം കിടന്ന് ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നതാണ്. അതാണ് നമ്മൾ പറയുന്ന ചിരട്ട, കാലിൻ്റെ ചിരട്ട, അല്ലെങ്കിൽ പെറ്റല്ല എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയും? പെറ്റല്ല. അല്ലെങ്കിൽ ഓർത്ത് വെക്കുക, അതവിടെ പറ്റി പിടിച്ചിട്ടില്ല, അനങ്ങുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക, പറ്റിയില്ല. ഓക്കെ, അത് ആണ് ഏത് ഭാഗത്ത് വരുന്ന? നമ്മുടെ കാലിൻ്റെ ചിരട്ട വരുന്നു. അപ്പോൾ ആ ഒരു ബോണിൻ്റെ പേര് ഓർത്തിരിക്കുക. ഇതിൻ്റെ എല്ലാം പേരുകൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കാല് നിങ്ങൾ കാലെടുത്ത് കഴിഞ്ഞാൽ ഫുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്തുണ്ട്? മെറ്റാകാർപ്പൽസ്, അതായത് നമ്മുടെ ഈ കാലിൻ്റെ പാദമില്ലേ, അതിൽ ഇവിടെ ഇങ്ങനെ കാണപ്പെടുന്ന ഇതാണ് മെറ്റാകാർപ്പൽസ്. അതുപോലെ ഓർത്തിരിക്കേണ്ട ടാർസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ബോണാണ്. കാൽമുട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ടാർസൽ. ഞാൻ കാണിച്ചു തരാം.
ദെൻ ഫലാഞ്ചസ് വിരലിലുള്ള ഉണ്ട്. അവിടെ 14 ഇവിടെയും 14, വേറൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗർ. ഓക്കെ, ഈ ഭാഗം ടാർസൽ എന്ന് പറയും. ഈ ഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയും? മറ്റവിടെ കാർപ്പൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ത് പറയും? ടാർസൽ എന്ന് പറയും. ടാർസൽ. ഇവിടെ മെറ്റാടാർസൽ. സോറി, ഞാൻ കുറച്ച് മുമ്പ് കാർപ്പൽ എന്നാണ് പറഞ്ഞത്. സോറി, മെറ്റാടാർസൽ. വേറെ ഒന്നുമില്ല, സെയിം തന്നെ. ഓക്കെ, ആ ഇത്രയും ഭാഗത്തിന് ടാർസൽ എന്ന് പറയും. അതിന് തൊട്ട് മുമ്പുള്ളതിനെ മെറ്റാടാർസൽ. ഇത് അപ്പം എന്ന് പറഞ്ഞാൽ 5 ഉണ്ടാവും. പിന്നെ ഇത് ഫലാഞ്ച്. ഇത് എത്ര ഉണ്ടാവും? 14. നേരത്തെ കണ്ട അതേപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. നേരത്തെ കണ്ട അതുപോലെ തന്നെ, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഫലാഞ്ച്. ഇതിൽ തന്നെ തമ്പിൻ്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 2ആയിട്ടേ മടക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 3ആയിട്ട് മടക്കാം അല്ലേ? മൂന്നായിട്ട് ഇരിക്കുന്നുണ്ട്. 3ആയിട്ട്. ഓക്കെ, അപ്പോൾ മൊത്തം 14 ബോൺ അവിടെ. പിന്നെന്താണ്? ടാർസൽ. ദെൻ ഇത് നോക്കുക. ഇതിനെ നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ, നിങ്ങൾക്ക് കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ഒരു ഇത് കാണാം. കാൽമുട്ടിൻ്റെ അവിടെ ഒരു എല്ല് കാണാം. അതിനെ നമ്മൾ ടാലസ് എന്ന് പറയും. എന്തെന്ന് പറയും? ടാലസ്. അതും ഓർത്ത് വെച്ചേക്കാം. കാരണം ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫ്ലാറ്റ് ബോൺ? ഓക്കെ, ആംഗിൾ ബോൺ ഉണ്ട്, ഹിപ്സ് ബോൺ ഉണ്ട്, റിസ്റ്റ് ബോൺ ഉണ്ട്, റിബ്സ് ഉണ്ട്. ദെൻ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് SSC CHSL 2023. ഏതാണ് വരുന്നത്? റിബ്സ് ആണ്. റിബ്സ് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോണാണ്. ഓക്കെ, ഫ്ലാറ്റ് ബോണാണ്. നിങ്ങൾക്കത് ഫിഗർ കണ്ടപ്പോഴേ മനസ്സിലായി കാണും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഹൗ മെനി ബോൺസ് ദെയർ ആർ ഇൻ ഹ്യൂമൻ ഹാൻഡ്? എത്ര ബോൺസ് ആണ് കയ്യിലുള്ളത്? ഓക്കെ, എത്രയാണ് വരുന്നത് കൈയിൻ്റെ അകത്ത്? നമ്മൾ പഠിച്ചു. SSC CHSL 2021 ക്വസ്റ്റ്യനാണ്. എത്ര ഉള്ളത്? നമ്മുടെ കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് കാർപ്പലുണ്ട്, മെറ്റാകാർപ്പലുണ്ട്, ഫിംഗറിലുണ്ട്. ഓക്കെ, ഫിംഗറിൽ വരുന്നുണ്ട്. ഇതെല്ലാം അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ്റെ ഭാഗമാണ്. ദെൻ മൊത്തം എത്രയെന്നാണ് നമ്മൾ പറഞ്ഞത്? കൈ വിരലുകളിൽ 14 അല്ലേ? ഹ്യൂമൻ ഹാൻഡിൽ എത്രയാണെന്ന് പറഞ്ഞാൽ 14. ഓക്കെ, അല്ലാതെ മറ്റു രീതിക്കാണ് അവർ ചോദിച്ചിരുന്നെങ്കിൽ എത്ര പറഞ്ഞേനെ? കാർപ്പൽ 8, 5, 14. ഓക്കെ, ദെൻ 8, 5, 13, 14. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ ഹ്യൂമൻ ഹാൻഡാണ്, വിരലല്ല. സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. വിരലല്ല, ഹാൻഡാണ്. എത്ര വരും? 27. എത്ര നമ്പർ? 27. ഇവിടെ 13, ഇവിടെ 14 കൂടി ചേർന്നിട്ട് 27. ഞാൻ വിരലെന്നാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് 27. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി? SSC CHSL 2019 ക്വസ്റ്റ്യൻ ആണ്. ലാർജസ്റ്റ് അല്ലേ? ഏതാ വരുന്ന? ഫീമർ, തൈ ബോൺ. ദെൻ ഇതെല്ലാം എന്താ? ചെവിയിലുള്ളതാണ് അല്ലേ? മാലിസ് ഇൻകസ് സ്റ്റേപ്പിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൺസ് നോട്ട് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ഇയറിലെ പാർട്ടല്ലാത്തത് ഏതാണ്? ഫീമർ. ബാക്കിയെല്ലാം ചെവിയിലുള്ളതാണ്. ഹൗ മെനി ബോൺസ് ഫേഷ്യൽ ബോൺസ് ആർ ദർ? ഫേഷ്യൽ എത്ര ബോൺസ് ഉണ്ടെന്ന്? ഇതെല്ലാം SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എത്രയുള്ളത്? നമ്മൾ പറഞ്ഞു 14 അല്ലേ? 14. ഡാഷ് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി. SSC JL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്യാപ്യുല ഉണ്ട്, റിബ്കേജ് ഉണ്ട്, സ്റ്റേപ്പിസ് ഉണ്ട്, കൊയാക്സൽ ബോൺ ഉണ്ട്. ഏതാണ്? സ്റ്റേപ്പിസ്. ഈ കൊയാക്സൽ ബോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹിപ്പ് ജോയിന്റിൽ കണ്ടില്ലേ, അതിനാണ് കോക്സൽ ബോൺ എന്ന് പറയുന്നത്. ഇൻ അഡൽട്ട് ഹ്യൂമൻ ബോഡി ഹാസ് ഡാഷ് ബോൺസ്. SSC CHSL 2019. എത്രയാണ്? 206. കിഡുകളിൽ ചൈൽഡിൽ എത്ര എണ്ണം ഉണ്ടാവും? ന്യൂ ബോൺ ബേബീസിൽ 300 എണ്ണമാണ് ഉള്ളത്. അതും പാരലായിട്ട് ഓർത്ത് വെച്ചേക്കുക. Which of the following not a correctly matched about bone condition? SSC JE 2020. ഓക്കെ, ഫ്രാക്ചർ, ബോണ് പൊട്ടുന്നതിനാണ്. ശരിയാണ്. മൾട്ടിപ്പിൾ മൈലോമ, ക്യാൻസർ ഓഫ് പ്ലാസ്മ സെൽസ്, ബോൺ മാരോ. ശരിയാണ്. ഓസ്റ്റിയോപോറസ്, ഇൻഫെക്ഷൻ ഓഫ് ബോൺസ് അല്ല. ഓസ്റ്റിയോപോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബോൺ വീക്ക് ആകുന്നതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. റിക്കറ്റ് അറിയായിരിക്കും, വിറ്റാമിൻ ഡിൻ്റെ കുറവ് മൂലം ചിൽഡ്രൻസിന് ഈ ബോൺ ഫെയിലിയർ ഉണ്ടാകുന്നതിനാണ് റിക്കറ്റ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസ് ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബോൺ വീക്ക് ആകുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ്. വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഹാസ് ടാർസൽ ബോൺ? ഇയർ, ലെഗ്, ഹെഡ്, ഹാൻഡ്. നമ്മളെവിടെയാണ് കണ്ടത്? ടാർസൽ ലെഗിലാണ് കണ്ടത് അല്ലേ? ലെഗിൽ. ദ ഫീമർ ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി ഓൾസോ നോൺ ആസ് റിസ്റ്റ് ബോൺ, തൈ ബോൺ, ഷോൾഡർ ബോൺ, കോളർ ബോൺ. തൈ ബോൺസ്. ഫീമർ ലോങ്സ്റ്റ് ബോണാണ്, തൈ ബോൺ. ഓക്കെ, അതാണ് നമുക്കിതിനകത്ത് ഉള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത്യാവശ്യം നിങ്ങളിലോട്ട് കണ്ടന്റ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഇത് ഷെയർ ചെയ്യുക കേട്ടോ.